എല്ലാവർക്കും മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പിയാണ്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തങ്ങ കൊണ്ടാണ് ഇന്നത്തെ ജ്യൂസ്. മത്തങ്ങ കൊണ്ട് ജ്യൂസോ എന്നിപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ജ്യൂസാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ജ്യൂസിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങയുടെ കുരു എല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേവിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മത്തങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏതാണ്ട് 2 ഗ്ലാസ്സിലേക്ക് ഉള്ള ജ്യൂസിൻ്റെ ഒരു അളവാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിപ്പോൾ പഞ്ചസാര സിറപ്പിലിട്ടിട്ടാണ് ഈ മത്തങ്ങ മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മത്തങ്ങ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര മുഴുവൻ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഷുഗർ സിറപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ജ്യൂസിന്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഏതാണ്ട് ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ മത്തങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരു 7 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. മത്തങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മത്തങ്ങ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത 1/2 ഗ്ലാസ് പാല്, കുറച്ച് ഐസ് ക്യൂബ്സ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടല്ലേ ജ്യൂസ് ഉണ്ടാക്കാറ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ടൈം മാത്രമേ അതിന് എക്സ്ട്രാ ആവശ്യമുള്ളൂ. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. മത്തങ്ങയാണെന്ന് ഒട്ടും മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റാണ്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ബദാം കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാൻ ഐസ്ക്രീമോ നട്ട്സോ അതല്ലെങ്കിൽ കസ്കസോ അങ്ങനെ എന്ത് വേണം ചേർത്ത് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.